ഹരേ കൃഷ്ണ. സർവം കൃഷ്ണാർപ്പണമസ്തു. രാധേ രാധേ ശ്യാം. ഏവർക്കും പ്രാണവൃന്ദാവല്ലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് ഡോക്ടർ തൃതീയയുടെ കൃഷ്ണാനുഭവത്തെക്കുറിച്ചിട്ടാണ് പറയാൻ പോകുന്നത്. ഡോക്ടറിൻ്റെ ഒരു ഭഗവത്ഗീത പ്രഭാഷണമുണ്ടായിരുന്നു. അതിനിടയിലാണ് ഡോക്ടർ തൻ്റെ കൃഷ്ണാനുഭവം പങ്കുവയ്ക്കുന്നത്. ആ കഥ കേട്ടപ്പോൾ നമ്മുടെ പ്രേക്ഷകർക്ക് കൂടി അത് പങ്കുവയ്ക്കാമെന്ന് തോന്നി. വളരെ മനോഹരമായിട്ടുള്ള ആ അനുഭവം സത്യം പറഞ്ഞാൽ കൃഷ്ണഭക്തർക്ക് ഏവർക്കും പ്രിയപ്പെട്ടതായിരിക്കും. ഏതായാലും കഥ കേൾക്കാട്ടോ. കഥ ഇങ്ങനെയാണ്. ഡോക്ടറും കുടുംബവും കഴിഞ്ഞ വർഷം മണ്ഡലകാലത്ത് തന്നെ നമ്മുടെ ഗുരുവായൂർ അമ്പലത്തിലേക്ക് പോവാണ്. മണ്ഡലകാലത്ത് അറിയാലോ, വളരെ തിരക്കായിരിക്കും എന്നുള്ളത്. സ്വാഭാവികമായിട്ടും അവിടെ എത്തിയപ്പോൾ കൃഷ്ണനാട്ടമാണ്. അപ്പോൾ അത് കണ്ടു. അങ്ങനെ ഒരു 2 മണി വരെ അവർ കൃഷ്ണനാട്ടം കണ്ടതിന് ശേഷം നിർമ്മാല്യം തൊഴാൻ വേണ്ടിയിട്ട് ക്യൂ നിൽക്കുകയാണ്. അങ്ങനെ ക്യൂവിൽ കുറേ നേരം മണിക്കൂറുകളോളം നിന്ന് ക്യൂ ഉള്ളിലേക്ക് കടന്നു. ഭഗവാനെ കണ്ടു തൊഴുതതിന് ശേഷം പുറത്ത് വന്നപ്പോൾ ഡോക്ടർക്ക് തോന്നുകയാണ് ഒന്നും കൂടി ക്യൂ നിന്നിട്ട് ഭഗവാനെ കാണണം, കണ്ട് മതിയായില്ല എന്ന്. അതങ്ങനെയാണല്ലേ, ഭഗവാനെ നമ്മൾ എത്ര കണ്ടാലും മടുക്കില്ല, എത്ര കണ്ടാലും ഭഗവാനെ മടുക്കില്ല. അത് ഉറപ്പാണ്. ഒരു വട്ടം കണ്ടാൽ വീണ്ടും കാണണം എന്ന് തോന്നും. അങ്ങനെയാണല്ലോ ഭഗവാന്റെ ഭക്തന്മാർക്കൊക്കെ ഉണ്ടാവുക. അപ്പോൾ അവർ വീണ്ടും വിചാരിക്കുകയാണ് ഒന്നും കൂടി ക്യൂ നിൽക്കാമെന്ന്. അപ്പോൾ നോക്കിയപ്പോൾ ക്യൂ വളരെ കുറവാണ്. അപ്പോൾ അങ്ങനെ ഡോക്ടർ എന്ത് ചെയ്തു, ക്യൂവിൽ പോയിട്ട് നിൽക്കുകയാണ്. പക്ഷേ കുറച്ച് കഴിഞ്ഞപ്പോൾ ഡോക്ടർക്ക് വല്ലാത്ത ദാഹിച്ചിട്ട് ഡോക്ടർ ചുറ്റുഭാഗമുള്ള ആളുകളോടൊക്കെ ചോദിച്ചു വെള്ളമുണ്ടോ, കുട്ടികളുടെ അമ്മമാരോടൊക്കെ ചോദിച്ചു വെള്ളം ഉണ്ടാവോ എന്ന്. കാരണം സാധാരണ കുട്ടികളൊക്കെ ഉണ്ടായതുകൊണ്ട് അവർ വെള്ളം കരുതാറുണ്ടല്ലോ. പക്ഷെ അവരുടെ കയ്യിലൊന്നും വെള്ളമില്ല, എല്ലാവരുടെ കയ്യിലും വെള്ളം തീർന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ വളരെ സങ്കടത്തോടെ അങ്ങനെ നിൽക്കുകയാണ് ഡോക്ടർ. അങ്ങനെ പെട്ടെന്ന് ദാഹിച്ചിട്ട് ഡോക്ടർ ഇങ്ങനെ മനസ്സിൽ വിചാരിക്കുക, എൻ്റെ കണ്ണാ, എനിക്ക് ഒരു ഗ്ലാസ് വെള്ളം എവിടെന്നെങ്കിലും കിട്ടിയിരുന്നെങ്കിലും ഞാൻ 2 മണിക്കൂറും 3 മണിക്കൂറും ഈ ക്യൂ നിൽക്കാൻ തയ്യാറാണെന്ന് മനസ്സിലിങ്ങനെ ഭഗവാനോട് പറയാണ്. എന്താണെന്നറിയില്ല, കുറച്ച് കഴിഞ്ഞപ്പോഴേ ആ ക്യൂവിൽ ഒരു ആങ്കിൾ ഉണ്ടായിരുന്നു. കുറച്ച് ഹൈറ്റുള്ള ബ്ലൂ കളറ് ഷർട്ടുള്ള അദ്ദേഹം പെട്ടെന്ന് ഈ ഡോക്ടറെ വിളിക്കുകയാണ്, മോളെ വെള്ളം വേണോ എന്ന്. അദ്ദേഹത്തിനോട് ചോദിച്ചിട്ടൊന്നുമില്ല, പക്ഷേ എങ്ങനെയോ പെട്ടെന്ന് വിളിക്കുകയാണ്. നേരത്തെ ആ ക്യൂവിൽ അങ്ങനെ ഒരാളെ അവർ കണ്ടിട്ടുമില്ല. അങ്ങനെ അദ്ദേഹം ചോദിച്ചപ്പോൾ ഡോക്ടർ ഇതിനെക്കുറിച്ചൊന്നും ചിന്തിച്ചില്ല, ഇതെന്താ സംഭവം എങ്ങനെയാണ് എന്നുള്ളതൊന്നും ചിന്തിച്ചില്ല. ഡോക്ടർ വെള്ളം വേണമെന്ന് പറഞ്ഞു. അദ്ദേഹം ഒരു ഗ്ലാസ് വെള്ളം അവിടെ പോയിട്ട് എടുത്തു കൊടുക്കുകയാണ്. അങ്ങനെ വെള്ളമൊക്കെ കുടിച്ചിട്ട് ഡോക്ടർ ചോദിക്കുകയാണ്, മോളെ വീട് എവിടെയാണെന്ന് ചോദിക്കുക. അപ്പോൾ ഡോക്ടർ പറഞ്ഞു എൻ്റെ വീട് കൊട്ടാരക്കരയാണ്. കൊട്ടാരക്കര ഗണപതി, അവിടുത്തെ ഉണ്ണിയപ്പം നല്ല രുചിയല്ലേ, ഞാൻ അവിടുത്തെ ഉണ്ണിയപ്പമൊക്കെ കഴിച്ചിട്ടുണ്ട് അദ്ദേഹം പറയാണ്. അപ്പോൾ നമ്മുടെ ഡോക്ടർ ചോദിച്ചു, അങ്കിളിൻ്റെ വീട് എവിടെയാണ് ഇവിടുത്തെ? അപ്പോൾ ഡോക്ടറോട് അദ്ദേഹം പറയാണ്, എൻ്റെ വീട് ഇവിടെ അടുത്ത് തന്നെയാണ്, ഇവിടെ തന്നെയാണ് എൻ്റെ വീട്. അപ്പോൾ ഡോക്ടർ പറയാണ്, ഞാനിവിടെ പഠിച്ചിട്ടുണ്ടായിരുന്നു, അതുകൊണ്ട് തന്നെ എനിക്കിവിടെയുള്ള സ്ഥലങ്ങളൊക്കെ ഏകദേശം അറിയാം. ഈ തൃശ്ശൂരിൽ ഞാൻ പഠിച്ചിട്ടുണ്ടായിരുന്നു, ഒന്ന് പറയാമോ എവിടെയാണ് അങ്കിളിൻ്റെ വീടെന്ന്. അപ്പോൾ അദ്ദേഹം വീണ്ടും പറയാണ്, എൻ്റെ വീട് ഇവിടെ തന്നെയാണ് എന്ന് അദ്ദേഹം വീണ്ടും പറയാണ്. പിന്നെ അദ്ദേഹം ചോദിക്കുകയാണ്, അല്ല മോളെ, നീ തിരുവനന്തപുരത്ത് പോവാറുണ്ടോ? അവിടെ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലൊക്കെ പോവാറുണ്ടോ? ഞാൻ പോവാറുണ്ട്, ഞാനും അവിടെ പോവാറുള്ളതാണ് എന്നൊക്കെ അദ്ദേഹം തിരിച്ച് പറയാൻ കേട്ടോ. അതിനുശേഷം അദ്ദേഹം പറയാണ്, ഞാൻ ഈ ക്യൂവിൽ നിൽക്കുന്നില്ല, എനിക്ക് ഡ്യൂട്ടി ഉണ്ട്, എനിക്ക് അത്യാവശ്യമായിട്ടൊരു ഡ്യൂട്ടി ഉണ്ട്, അതുകൊണ്ട് എനിക്ക് പോയേ മതിയാവും. അത്ര നേരം ക്യൂവിൽ നിൽക്കുകയല്ലേ അങ്കിളെ, എന്തായാലും ക്യൂവിൽ നിൽക്കൂ, ഭഗവാനെ കണ്ടിട്ട് പോയാൽ പോരെ, ഡ്യൂട്ടിയിലേക്ക് പോയാൽ പോരെ. അപ്പോൾ എന്താ ഡ്യൂട്ടി എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അല്ല, എനിക്ക് അത്യാവശ്യമായിട്ടൊരു ഡ്യൂട്ടി ഉണ്ട്, പോയേ മതിയാവും എന്ന് അദ്ദേഹം പറയാണ്. അപ്പോൾ ഡോക്ടർ വല്ലാതെ വിഷമിച്ചു. അയ്യോ, ഇത്രയും നേരം നിന്നിട്ട് പോവുകയാണല്ലോ എന്നുള്ള വിഷമത്തോടെ നോക്കുകയാണ്. അപ്പോൾ അദ്ദേഹം പറയാണ്, അതിനൊന്നും പ്രശ്നമില്ല, എല്ലാം ഭഗവാൻ അറിയാം, അകത്തിരിക്കുന്ന ആൾക്ക് അറിയാം, നമ്മൾ എന്ത് ചിന്തിക്കുന്നു നമ്മളെക്കുറിച്ചെല്ലാം അദ്ദേഹത്തിന് അറിയാം, നമ്മുടെ പ്രശ്നങ്ങളൊക്കെ അദ്ദേഹത്തിന് അറിയാം, അതുകൊണ്ട് അതൊന്നും ഒരു പ്രശ്നമുള്ള കാര്യമല്ല എന്നൊക്കെ പറഞ്ഞ് അദ്ദേഹം ക്യൂവിൽ നിന്ന് പുറത്തിറങ്ങി പോവുകയാണ് പിന്നീട് അതിനുശേഷം കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ ആളുകളൊക്കെ അക്ഷമരായിട്ടിരിക്കുക, കുറേ നേരമായി, മണിക്കൂറുകളോളായിട്ടോ ക്യൂവിലിങ്ങനെ നിൽക്കുന്നത്. അതിനിടയിൽ അദ്ദേഹം പെട്ടെന്ന് വന്നിട്ട് പറയണം, നിങ്ങൾ ആരും ഇറങ്ങി പോവണ്ട, ഇപ്പോൾ തന്നെ തുറക്കും കേട്ടോ, കുറച്ച് നേരം കൂടി വെയിറ്റ് ചെയ്യൂ, ഇപ്പോൾ തന്നെ അവിടെ തുറക്കും എന്നൊക്കെ പറഞ്ഞിട്ട് അദ്ദേഹം അങ്ങ് പോവുകയാണ്. അങ്ങനെ 7:30 ആയിട്ടോ. അപ്പം തന്നെ ആ സമയമായപ്പോഴേക്കും നട വീണ്ടും തുറന്നു.
ആ ക്യൂ പെട്ടെന്ന് തന്നെ പോവുകയാണ് ചെയ്തത്. പിന്നീട് ഡോക്ടർ തൻ്റെ വീട്ടിലേക്കൊക്കെ എത്തിയപ്പോഴാണ് ഇതിനെക്കുറിച്ചൊക്കെ ചിന്തിക്കുന്നത്. അദ്ദേഹം ആരായിരിക്കും? ഒരു പക്ഷേ അത് ഭഗവാൻ തന്നെയാണോ, ഗുരുവായൂരപ്പൻ തന്നെയല്ലേ? കാരണം ദാഹിക്കുക എന്നുള്ളത് ഡോക്ടറുടെ മനസ്സിൽ മാത്രം ഉണ്ടായിരുന്നത്. അടുത്തുള്ളവരോടൊക്കെ ചോദിച്ചു, അപ്പോഴൊന്നും അദ്ദേഹത്തിനെ കണ്ടുണ്ടായിരുന്നില്ല ആ ക്യൂവിൽ. പെട്ടെന്ന് എവിടുന്ന് പ്രത്യക്ഷപ്പെട്ടത്? അതാരായിരിക്കും എന്നുള്ള ചിന്തയൊക്കെ വരികയാണ്. പിന്നെ അങ്കിളിൻ്റെ വീട് എവിടെയാണെന്ന് നിരന്തരം ചോദിച്ചറിയാൻ ശ്രമിച്ചപ്പോഴും അദ്ദേഹം പറയുന്നത് ഇവിടെ തന്നെ, എൻ്റെ വീട് ഇവിടെ തന്നെയാണെന്നും പറയുന്നുണ്ട്. അപ്പോൾ ഭഗവാൻ തന്നെ, ഗുരുവായൂരപ്പൻ തന്നെ ഡോക്ടറെ കാണാൻ വേണ്ടിയിട്ട് ഇങ്ങോട്ട് വന്നിരിക്കുകയാണ്. ഗുരുവായൂരപ്പൻ ഡോക്ടറിൻ്റെ ആവശ്യം മനസ്സിലാക്കി അവർക്ക് വെള്ളം കൊണ്ടു കൊടുക്കുകയാണ്. ഭഗവാന്റെ കാരുണ്യം എത്ര പറഞ്ഞാലും തീരില്ല. ഹരേ കൃഷ്ണ, സർവം കൃഷ്ണാർപ്പണമസ്തു. രാധേ രാധേ ശ്യാം. എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. നിങ്ങളുടെ സപ്പോർട്ടും സബ്സ്ക്രിപ്ഷനും ഒക്കെയാണ് എൻ്റെ മുന്നോട്ടുള്ള യാത്രയ്ക്ക് കരുത്തേകുന്നത്. താങ്ക് യു. ഇതുപോലെ കൃഷ്ണാനുഭവങ്ങൾ ഉണ്ടെങ്കിൽ നമ്മുടെ വാട്സപ്പിൽ പങ്കുവയ്ക്കാൻ മടി കാണിക്കരുതേ. ഹരേ കൃഷ്ണ.